ഹലോ എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ബൈ ജോൺ മിൽട്ടൺ. ജോൺ മിൽട്ടൺ എഴുതിയൊരു ബ്യൂട്ടിഫുൾ പോമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ ജോൺ മിൽട്ടനെ പറ്റിയുള്ള നമുക്കുള്ള ചെറിയ ഡിസ്ക്രിപ്ഷൻ നോക്കാം. ജോൺ മിൽട്ടൺ ഒരു ഇംഗ്ലീഷ് പോയറ്റായിരുന്നു, ഹിസ്റ്റോറിയൻ ആയിരുന്നു. അതേപോലെ തന്നെ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇംഗ്ലീഷ് ഓതർ ആഫ്റ്റർ വില്യം ഷേക്സ്പിയറിന് ശേഷം ഇംഗ്ലീഷ് സാഹിത്യങ്ങളുടെ ഏറ്റവും മഹാനായ ഒരു എഴുത്തുകാരനും കൂടിയായിരുന്നു ജോൺ മിൽട്ടൺ. മിൽട്ടൺ ഈസ് ബെസ്റ്റ് നോൺ ഫോർ പാരഡൈസ് ലോസ്റ്റ്. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് റീഗെയിൻഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന പോത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് നോക്കാം. ജോൺ മിൽട്ടൺസ് poem on his blindness reflects the tragedy and frustration of the author's eyesight impairment and the ensuing battle with losing and eventually restoring his faith. അപ്പം ജോൺ മിൽട്ടൻ്റെ ഈ ഒരു പോയത്തിനകത്ത് പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് തനിക്ക് ഉണ്ടാകുന്ന ഒരുപാട് ആ ഒരു ദുരന്തം എന്നാണ് അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ അകത്തു നിന്ന് ഉടലെടുക്കുന്ന ഫ്രസ്ട്രേഷനൊക്കെ എന്തുമാത്രമാണെന്നും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ദൈവത്തിലുള്ള വിശ്വാസം അമിതമായിട്ട് വളരുവാൻ കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ സോണറ്റാണ് ഇത്. തൻ്റെ സ്വയം ജീവിത അനുഭവത്തിൽ നിന്ന് തന്നെ എഴുതിയ പോമാണ്. The poet thinks in the beginning that he will not be able to serve God as his sight is gone. അപ്പോൾ ഇവിടെ അദ്ദേഹം ഈ ഒരു പോയത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ചിന്തിക്കുന്നത് ഐസൈറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹത്തിന് ദൈവത്തെ സെർവ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ആസ് ദ പോയം ഡെവലപ്സ് ഹി ബിഗിൻസ് ടു ബിലീവ് ദാറ്റ് ഗോഡ് വാണ്ട്സ് ഹിം ടു കീപ് വർക്കിംഗ്. അപ്പം ഈ ഒരു പോം വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകാം പിന്നീട് താൻ പതിയെ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങും. മുൻപോട്ട് പോയേ പറ്റൂ, അല്ലെ ദൈവത്തിന് താൻ കീപ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് കൂടുതൽ താല്പര്യമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഹിസ് ജോബ് കോസ് ഹിം ടു ലോസ് ഹിസ് സൈറ്റ്. അപ്പം അദ്ദേഹത്തിന് പതിയെ അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു എങ്കിൽ കൂടെ തിരിച്ച് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് ദൈവം താൻ വീണ്ടും എഴുതിക്കൊണ്ടിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ഉള്ള ആ ഒരു ബിലീഫ് തനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. ഇൻ ദ എൻഡ് ഹി അസ്യൂർഡ് ദാറ്റ് ഹി ഈസ് സെർവിങ് ഗോഡ് ലൈക്ക് ദ ഏഞ്ചൽസ് ഹു ജസ്റ്റ് വെയിറ്റ് ഫോർ ദ ഓർഡേഴ്സ് ഓഫ് ഗോഡ്. അപ്പം ഈ ഒരു കവിതയുടെ അവസാനം തന്നെ അദ്ദേഹം പറയുന്നത് താൻ തന്നെ ഒരു ഏഞ്ചലായിട്ട് പറയുക. ഒരു ഏഞ്ചൽ എന്ന് പറയുന്നത് ഹി ഈസ് സെർവിങ് ഗോഡ് ലൈക്ക് ദ ഏഞ്ചൽസ്. താൻ തൻ്റെ എഴുത്തുകളിലൂടെ ദൈവത്തെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സേവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ കൈപ്പറ്റി അത് എഴുത്തിലൂടെ അറിയിക്കുന്ന ഒരാളാണെന്നുള്ളൊരു അഷുറൻസ്, ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. The poem has a number of biblical references that depict Milton's stern belief in God. അപ്പോൾ ഈ ഒരു പോയത്തിനകത്ത് ബിബ്ലിക്കൽ റെഫറൻസസ് ഒത്തിരി വരുന്നുള്ള അത് ചൂണ്ടിക്കാണിക്കുന്നത് മിൽട്ടന് ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ദ പോയം ഈസ് റിട്ടൺ ഇൻ പെട്രാർക്കൻ റൈം സ്കീം. ഈ ഒരു പോയം എഴുതിയിരിക്കുന്ന പെട്രാർക്കൻ റൈം സ്കീമാണ്. ആ റൈം സ്കീം ABBA എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് പോകാം. When I consider how my light is spent, ere half my days in this dark world and wide, that one talent which is death to hide, lodged with me useless, though my soul more bent. അപ്പം ഇവിടെ ആദ്യമായിട്ട് തന്നെ അദ്ദേഹം ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുന്ന വെൻ എന്നൊരു വാക്ക് വെച്ചിട്ടുണ്ട്. ദ പോയറ്റ് സ്റ്റാർട്ട്സ് ദ പോം വിത്ത് വെൻ. ദസ് ഹി ഇൻട്രൊഡ്യൂസസ് ഹിസ് ഐഡിയ ഇൻ ദ വെരി ബിഗിനിങ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആരംഭത്തിൽ ഈ ഒരു കവിത തുടങ്ങുന്നത്, വെൻ എന്നുള്ള വാക്കുകൊണ്ട്. അക്കോർഡിംഗ് ടു ഹിം ഹി ഓഫൺ തിങ്സ് ദാറ്റ് ഹാഫ് ഓഫ് ഹിസ് ലൈഫ് ഓർ സൈറ്റ് ഓർ ഇൻ്റലിജൻസ് ഹാസ് ബീൻ സ്പെൻഡ് ഇൻ സെർവിങ് ഹ്യൂമാനിറ്റി. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് എനിക്കറിയാം എങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ലൈഫ് സ്പെൻഡ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലൈറ്റ് സ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന അദ്ദേഹം എങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഹ്യൂമാനിറ്റിയെ സെർവ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സൈറ്റ് ഉപയോഗിച്ച്, അദ്ദേഹത്തിൻ്റെ ലൈഫ് ഉപയോഗിച്ച്, അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് അദ്ദേഹം എങ്ങനെയൊക്കെയായിരുന്നു സെർവ് ചെയ്തിരുന്നത്. എറെ ഹാഫ് മൈ ഡേയ്സ് ഇൻ ദിസ് ഡാർക്ക് വേൾഡ് ആൻഡ് വൈഡ്, ആൻഡ് ദാറ്റ് വൺ ടാലൻറ്റ് വിച്ച് ഇസ് ഡെത്ത് ടു ഹൈഡ്, ലോഡ്ജ്ഡ് വിത്ത് മീ യൂസ്ലെസ്, ദോ മൈ സോൾ മോർ ബെൻറ്റ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ബട്ട് നൗ ഹി ഹാസ് ലോസ്റ്റ് ഹിസ് ഐസൈറ്റ്. പക്ഷേ ഇപ്പം എൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്.
ആൻഡ് സോ ഹിസ് അതർ ഹാഫ്. അപ്പം ആദ്യം പറഞ്ഞത് ഹൗ മൈ ലൈഫ് ഇസ് സ്പെൻഡ് എറെ ഹാഫ് മൈ ഡേയ്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. പറയുവാണ്, നേരത്തെ ഞാൻ ഹ്യൂമാനിറ്റിയെ സെർവ് ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ പകുതി ജീവിതം ഇപ്പോൾ എന്താണ്, ഇസ് ഡാർക്ക് നൗ. എന്താണ്, ഇരുട്ടാണ് അല്ലെ, അന്ധകാരമാണ്. പക്ഷേ അന്ധകാരമാണ് മാത്രമല്ല, അത് വൈഡാണ്, അത് വളരെ വലുതുമാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലൈഫ് വളരെ എന്താണ്, വലുതെന്ന് പറയുമ്പോൾ ഒരിക്കലും അവസാനിക്കാത്ത ഒന്നാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല ചലഞ്ചിങ് ആണ് എന്നും കൂടെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ദ വൺ ടാലൻറ്റ് വിച്ച് ഹീ ഹാഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം റൈറ്റിങ്ങിനെ പറ്റി, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് അല്ലേ. അപ്പോൾ ആ എഴുത്ത് എന്ന ടാലൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഈസ് യൂസ്ലെസ് നൗ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ്, ലോഡ്സ് മീ വിത്ത് മീ യൂസ്ലെസ്. അപ്പം എനിക്കൊരു ടാലൻ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്താണ്, അത് യൂസ്ലെസ് ആണ്. ബിക്കോസ് വിത്തൗട്ട് ഐസൈറ്റ് ഹീ കനോട്ട് റൈറ്റ്. അത് യൂസ്ലെസ് ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കാഴ്ചശക്തി ഇല്ലാതെ ഒരിക്കലും എഴുതാൻ സാധിക്കത്തില്ല. ദസ് ഇറ്റ് ഈസ് ജസ്റ്റ് എ ലോഡ് ഫ്രം ഗോഡ് ദാറ്റ് ഹാസ് ബീൻ ബെസ്റ്റോഡ് ഓൺ ഹിം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുവാണ്, ഈ ഒരു കാഴ്ചശക്തി ഇല്ലാത്ത അവസ്ഥ അദ്ദേഹം എന്താണ്, ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒന്നാണെന്ന് പറഞ്ഞതിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ദ പോയറ്റ് ലമൻസ് ഓവർ ദ ലോസ് ഓഫ് ഹിസ് ഐസൈറ്റ്. മാത്രമല്ല അദ്ദേഹത്തിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിൽ അദ്ദേഹം വളരെ ദുഃഖിതനുമാണ്. ആൻഡ് വണ്ടേഴ്സ് വാട്ട് ദിസ് ടാലൻറ്റ് മീൻസ് ഫോർ ഹിം നൗ ആസ് വിത്തൗട്ട് ഐസൈറ്റ് ഹീ കനോട്ട് യൂസ് ഇറ്റ്. അപ്പോൾ അദ്ദേഹം പറയുവാണ്, ലെമൻറ്റ് ചെയ്യുവാണ്, നേരത്തെ എനിക്കൊരു ടാലൻ്റ് ഉണ്ടായിരുന്നു, എഴുതുവാനുള്ള ടാലൻ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ ഐസൈറ്റ് പോയ സ്ഥിതിക്ക് ഈ ടാലൻറ്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് അദ്ദേഹം ലമൻറ്റ് ചെയ്യുന്നുമുണ്ട്. ഇനി നമുക്ക് സ്റ്റാൻസ 2 പോകാം. ടു സെർവ് ദെയർ വിത്ത് മൈ മേക്കർ ആൻഡ് പ്രസൻറ്റ് മൈ ട്രൂ അക്കൗണ്ട് ലെസ്റ്റ് ഹീ റിട്ടേണിംഗ് ചൈൽഡ് ഡോത്ത് ഗോഡ് എക്സാക്ട് ഡേ ലേബർ ലൈറ്റ് ഡിനൈൻഡ് ഐ ഫോൺലി ആസ്ക് ബട്ട് പേഷ്യൻസ് ടു പ്രിവെൻറ്റ്. അപ്പം അദ്ദേഹം ഈ ഒരു ലൈൻസിൽ പറയുന്നത് പോയറ്റിൻ്റെ ആ ഒരു വിലാപമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹം ആദ്യം പറയുന്നുണ്ട് എന്തുകൊണ്ട് പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇൻ ദീസ് ലൈൻസ് ദ ലാമെൻറ്റ് ഓഫ് പോയറ്റ്സ് ടേൺസ് ഇൻ ടു ഡിസയർ ആൻഡ് വണ്ടർ. അപ്പം ആദ്യത്തെ വരികൾ നമുക്ക് വിലാപം കാണാൻ പറ്റിയെങ്കിൽ ഈ വരികൾ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ ആ ഒരു വണ്ടർ, ആശ്ചര്യമൊക്കെയാണ് കാണുന്നത്. ഹി സേസ് ദാറ്റ് ഹി ഡിസയർ ടു സെർവ് ഹിസ് മേക്കർ ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് ദിസ് ബ്ലൈൻഡ്നെസ് ഹീ കനോട്ട് ഡു സോ. അപ്പോൾ അദ്ദേഹം പറയുവാണ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താ, ഡിസയർ എന്ന് പറയുന്ന മേക്കർ ക്രിയേറ്റർ അല്ലെങ്കിൽ ഗോഡ്, ആ ദൈവത്തെ സേവിക്കണമെന്നായിരുന്നു ആഗ്രഹം ഈ ഒരു റൈറ്റിംഗ് ഒരു ടാലൻറ്റ് വെച്ച്. പക്ഷേ ഇപ്പം ഐസൈറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് അല്ലെ ബ്ലൈൻഡ് ആയ സ്ഥിതിക്ക് അത് ചെയ്യാൻ സാധിക്കത്തില്ല. ഹീ വണ്ടേഴ്സ് ഇഫ് ഗോഡ് സ്റ്റിൽ വാണ്ട്സ് ടു സെർവ് ഹിം ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഹിസ് സൈറ്റ് ഇസ് ഗോൺ. അപ്പം അദ്ദേഹം എന്താണ്, ആശ്ചര്യപ്പെടുകയാണ്, ദൈവത്തിന് എന്നെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ദൈവത്തെ എനിക്ക് വീണ്ടും സെർവ് ചെയ്യാൻ പറ്റുമോ എൻ്റെ ഈ കാഴ്ചശക്തിയൊക്കെ പോയ സ്ഥിതിക്ക്. ദ പോയറ്റ് സേസ് ദാറ്റ് ദിസ് ഫൂളിഷ് തോട്ട് ഓഫൺ ഹോൺസ്. അപ്പോൾ പറയുവാണ്, ഈ ഒരു ഫൂളിഷ് ആയിട്ടുള്ള തോട്ട് അദ്ദേഹത്തെ ഹോണ്ട് ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ വരികളിൽ അവസാനിപ്പിക്കുക. ഇനി നമുക്ക് സ്റ്റാൻസ 3 പോകാം. ദാറ്റ് മർമർ സൂൺ റിപ്ലൈസ് ഗോഡ് ഡോത്ത് not need either man's work or his own gifts, who best bear his mild yoke, they serve him best. His state is kingly, thousands at his bidding speed. അപ്പോൾ അദ്ദേഹം ഈ ലൈൻസിൽ പറയുവാണ്, the poet says that when such foolish thoughts come into his mind, the patience at once comes to reply that the work of man does not please God. അപ്പോൾ അദ്ദേഹം പറയുവാണ്, അദ്ദേഹം ഒരു ഫുളിഷ് തോട്ട് ചിന്തിച്ചെന്ന് പറയുന്നുണ്ട്. അത് എന്ത് തോട്ടായിരുന്നു, നമ്മൾ മേളത്തെ ലൈൻസിൽ പറഞ്ഞു, കാഴ്ച ഉള്ളപ്പോൾ അദ്ദേഹം ദൈവത്തെ സെർവ് ചെയ്തിരുന്നു, പക്ഷേ കാഴ്ച ഇല്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹം എങ്ങനെ സെർവ് ചെയ്യും എന്നുള്ളൊരു ഫൂളിഷ് തോട്ടാണ് വന്നത്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ ചിന്തിക്കുവാണ്, ദ പേഷ്യൻസ് അറ്റ് വൺസ് കംസ് ടു റിപ്ലൈ ദാറ്റ് ദ വർക്ക് ഓഫ് മാൻ ഡസ് നോട്ട് പ്ലീസ് ഗോഡ്. അപ്പോൾ പറയുവാണ്, എന്താണ്, മനുഷ്യൻ്റെ വേലകളൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല. ബട്ട് ഹൂ ബെസ്റ്റ് ബെയർ ഹിസ് മൈൽഡ് യോക്ക്. ദൈവം കൊടുക്കുന്ന യോക്ക് അല്ലെങ്കിൽ നുകം അല്ലെങ്കിൽ ഭാരം ആരാണ് ഏറ്റവും നന്നായി ചുമക്കുന്നത്, അവനാണ് ബെസ്റ്റ്. അതിൻ്റെ അർത്ഥം ദ വൺ ഹൂ റിമെയിൻസ് പേഷ്യൻറ്റ് ആൻഡ് കോണ്ടൻറ്റ് വിത്ത് വാട്ട് ഹി ഹാസ് ഇസ് മോസ്റ്റ് ലൈക്ഡ് ബൈ ഹിം. അപ്പം ആരാണ് ദൈവം കൊടുക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ
ഏറ്റവും സംയമനം പാലിച്ച് അല്ലെ പേഷ്യൻ്റായിട്ട് ക്ഷമയോടെ ഇരിക്കുന്ന ആരാണോ ആ ആളെയാണ് ദൈവം ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. God has a huge kingdom and there are thousands of angels to carry God's order. മാത്രമല്ല എന്താണ് വിശ്വസിക്കുന്നത്, ദൈവത്തിൻ്റെ ഒരു വലിയ കിങ്ഡമാണ് അല്ലേ. അവിടെ ഒരുപാട് ഏഞ്ചൽസ് മാലാഖമാരുണ്ട്. അവർ ദൈവത്തിൻ്റെ ഓർഡറിന് വേണ്ടി കാത്തിരിക്കുക, ദൈവം പറയുന്ന അനുസരിച്ച് ആക്ട് ചെയ്യാൻ. അവരൊരിക്കലും എന്താണ് റെസ്റ്റ് എടുക്കത്തില്ല. അപ്പോൾ ഇതെന്താണ്, അപ്പം ഇവിടെ ഈ പോയറ്റ് കമ്പയർ ചെയ്യുന്നത് തന്നെ ഒരു ഏഞ്ചലായിട്ടാണ്. ഏഞ്ചൽ എന്ന് വെച്ചാൽ ദ പോയറ്റ് കമ്പയർസ് ദം വിത്ത് ദോസ് ഹു ഹാവ് ദ ടാലൻറ്റ് ആൻഡ് യൂസ് ഇറ്റ്സ് ടു സെർവ് ഗോഡ്. അപ്പം ഇവിടെ ഈ ജോൺ മിൽട്ടൺ പറയാണ് ഈ ഏഞ്ചൽസ് എന്താണ് ചെയ്യുന്നത്, അവർക്ക് കൊടുത്ത ടാലൻറ്റ് ദൈവത്തിന് വേണ്ടി സെർവ് ചെയ്യുവാണ് എന്ന് പറയുക. ഇനി നമുക്ക് അടുത്ത ലൈൻസ് നോക്കാം. ആൻഡ് പോസ്റ്റ് ഓവർ ലാൻഡ് ആൻഡ് ഓഷ്യൻ വിത്തൗട്ട് റെസ്റ്റ് ദേ ഓൾസോ സെർവ് ഹൂ ഓൺലി സ്റ്റാൻഡ് ആൻഡ് വെയിറ്റ്. അപ്പം ഓൺ ദി അതർ ഹാൻഡ് ഇവിടെ കാണാം ദർ ആർ സം ഏഞ്ചൽസ് ഓൾസോ ഹു സെർവ് ഹിം ജസ്റ്റ് ബൈ സ്റ്റാൻഡിങ് ആൻഡ് വെയിറ്റിംഗ് ബിഫോർ ഗോഡ്. അപ്പം നമ്മൾ മേളിൽ കണ്ടു വേറെ ചില ഏഞ്ചൽസ് ഉണ്ട്, അവരിങ്ങനെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഓർഡേഴ്സ് അനുസരിച്ച് മൂവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നവർ. അതേപോലെ തന്നെ വേറെ കുറച്ച് ഏഞ്ചൽസ് ഉണ്ട്, അവരെന്ത് ചെയ്യുക, ദൈവത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ ജസ്റ്റ് അവരെ ദൈവത്തെ സെർവ് ചെയ്യും. എങ്ങനെ? ജസ്റ്റ് ബൈ സ്റ്റാൻഡിങ് ആൻഡ് വെയിറ്റിംഗ് ബിഫോർ ഗോഡ്. പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ദൈവത്തെ ഇങ്ങനെ ഓണർ ചെയ്തുകൊണ്ട് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നവരാണ് കുറച്ച് ഏഞ്ചൽസ്. അപ്പം അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത് അക്കോർഡിംഗ് ടു ഹിം ദ സർവീസ് ഇസ് ഈക്വലി വാല്യബിൾ ടു ഗോഡ് ആസ് ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഏഞ്ചൽസ്. അപ്പോൾ അദ്ദേഹം പറയുവാണ് നമ്മളോർക്കും വെറുതെ നിൽക്കുന്നവർക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ലെന്ന്, പക്ഷേ ആദ്യം കണ്ട കൂട്ടം ഏഞ്ചൽസിനെ പോലെ തന്നെ അവരുടെ സർവീസുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതേപോലെ തന്നെ പ്രാധാന്യം ഈ കൂട്ടർക്കും ഉണ്ട്. is equally valuable to God as that of the first category of angels. The poet compares himself with the latter angels who just keep patience. അപ്പം എന്ത് ചെയ്യുക, ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ കൂട്ടറുണ്ടല്ലോ ആ ഏഞ്ചൽസിനെ തന്നോട് തന്നെ കമ്പയർ ചെയ്തിരിക്കുക. അവരുടെ പേഷ്യൻസ്. കാര്യം പ്രത്യേകിച്ച് അവരൊന്നും ചെയ്യുന്നില്ല, അവർ ജസ്റ്റ് ദൈവത്തെ അഡോർ ചെയ്തുകൊണ്ട് വർഷിപ്പ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുക. അപ്പം അതേപോലെ തന്നെയാണ് ജോൺ മിൽട്ടനും എന്ന് പറയുക. ജസ്റ്റ് കീപ് പേഷ്യൻസ്, വളരെ ക്ഷമയോടുകൂടി. ദസ് ഇൻ ദ എൻഡ് ദ പോയറ്റ് ഇസ് ക്വയറ്റ് സാറ്റിസ്ഫൈഡ് ആസ് ഹീ ഈസ് ഓൾസോ സെർവിങ് ഗോഡ് ജസ്റ്റ് ബൈ കീപ്പിംഗ് പേഷ്യൻസ്. അപ്പം അദ്ദേഹം ലാസ്റ്റ് എൻഡിങ്ങിൽ പറയുവാണ് ഈ ഒരു ഏഞ്ചൽസിനെ പോലെയാണ് താനും ജസ്റ്റ് പേഷ്യൻ്റായിട്ട് അല്ലേ, ക്ഷമയോടുകൂടി നിന്ന് ദൈവത്തെ സെർവ് ചെയ്യുന്ന ഒരു ഏഞ്ചൽ, ആ ഏഞ്ചലിനെ പോലുള്ള ഒരാളാണ് ജോൺ മിൽട്ടൺ എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഈ ഒരു പോയം അവസാനിപ്പിക്കുക. അപ്പം ഹീ ഈസ് ഓൾസോ സെർവിങ് ഗോഡ് ജസ്റ്റ് ബൈ കീപ്പിംഗ് പേഷ്യൻസ്. നമ്മൾ ഇൻസൈറ്റ് ഇല്ല അല്ലേ, നമുക്കറിയാം ഇൻസൈറ്റ് അല്ല, സൈറ്റ് ഇല്ല എങ്കിൽ കൂടെ തനിക്ക് ഇൻസൈറ്റ് ഉണ്ട്. അപ്പം ആ ഇൻസൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ താൻ പറയുവാണ് കാഴ്ചയില്ല, പക്ഷേ സ്റ്റിൽ ഹി ക്യാൻ സെർവ് ഗോഡ്. എങ്ങനെയാണ്? ബൈ കീപ്പിംഗ് പേഷ്യൻസ്. അപ്പോൾ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോം കഴിഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു.